എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ, നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ആവേശത്തിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ? INSP തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നെ ആളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ അപ്പടിയാ? പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കഥർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തോടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലുണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കയറിവാ, ഒന്ന് ഊണ് കഴിക്ക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. പാനു, നീ എന്ന് വിളിക്ക്, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവ നാട്ടടക്കി ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എടാ, 4 മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ? അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ.